everyone, welcome back to the Playing 11. So exciting match. ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ത്യ ഒരു കൺവിൻസിങ് വിക്ടറി അഗെയിൻസ്റ്റ് ബംഗ്ലാദേശ്. റംഷാദ്, വെൽക്കം ടു ദ ഷോ. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നല്ലൊരു മത്സരം പ്രതീക്ഷിച്ച് നമുക്ക് മറ്റൊരു വൺ സൈഡ് മാച്ച് ആയി പോയി വീണ്ടും. അതെ അതെ. പക്ഷേ വൺ സൈഡ് എന്ന് പറയുമ്പോൾ ഒരു 35 എന്നുള്ള ഒരു സ്റ്റേജിൽ നിന്ന് അവർക്ക് മാക്സിമം ബെറ്റർ സ്റ്റേജിൽ എത്ര എത്താൻ പറ്റുമോ ആ ഒരു സ്റ്റേജിലോട്ട് ബംഗ്ലാദേശ് പുഷ് ചെയ്തെന്നുള്ളതാണ്. തൗഹീദ്, സിബോയ് ആൻഡ് ജാക്കർ അലി. അതെ, സിബോയിന്റെ ആദ്യത്തെ ODI സെഞ്ചുറി ആണത്. അതെ അതെ. ഫസ്റ്റ് ഇതിന് മുന്നേ എനിക്ക് തോന്നുന്നു 90 ഓർ സംതിങ് ആണ് ഹയസ്റ്റ് സ്കോർ വരുന്നത്. സോ ആള് ഭയങ്കര സ്ട്രഗിളും ചെയ്തു. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇഞ്ചുറി, കുറച്ച് ഹാംസ്ട്രിങ് പ്രോബ്ലം ഒക്കെ ആയി സ്ട്രഗിൾ ചെയ്തു. കുറച്ചുകൂടി സ്കോർ ചെയ്യായിരുന്നു അവർക്ക്. ഓക്കെ, മാച്ചിലേക്ക് വരികയാണെങ്കിൽ ബംഗ്ലാദേശ് 228 റൺ അടിച്ചു, ഇന്ത്യ അത് ചേസ് ചെയ്തു. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ശുഭ്മാൻ ഗില്ലിന്റെ മികച്ചൊരു പെർഫോമൻസ് ഇന്ന് കാണാൻ പറ്റി. എക്സ്പെക്ടഡ്, പ്രൊഡിക്റ്റ് പോലെ തന്നെ. ഇന്നലെ റംഷാദ് ഓഡിയൻസിന് പ്രത്യേകം എടുത്ത് പറയാം, ഇന്നലെ റംഷാദിന്റെ പ്രൊഡിക്ഷൻ ആയിരുന്നു ശുഭ്മാൻ ഗിൽ ആണ് പെർഫോം ചെയ്യാന്ന്. അപ്പോ ആരെങ്കിലും ഫാന്റസി 11 ശുഭ്മാൻ ഗിൽ റംഷാന്റെ വാക്ക് കേട്ട് ശുഭ്മാൻ ഗിൽ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ജാക്ക് പോട്ട് അടിച്ചിട്ടുണ്ടാവും. ഒരു ബ്രില്യൻ സെഞ്ചുറി. സോ എനിക്ക് ഫ്രം ദ ടോസ് എനിക്ക് തോന്നി ഒരു പിച്ച് കണ്ടീഷൻ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ബംഗ്ലാദേശിന്റെ ഒരു ബ്രേവ് ഡിസിഷൻ തന്നെ ആയിരുന്നു. അതായത് ബെറ്റർ ഡിസിഷൻ ആയിരുന്നു. കാരണം ഇന്ത്യക്ക് ഫസ്റ്റ് ബാറ്റിംഗ് കൊടുത്തതിനാൽ ഇന്ത്യ ഒരു 320, 340 ഒക്കെ ബോർഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിന് ഒരു ചാൻസ് ഉണ്ടാവില്ല സെക്കൻഡ് ഇന്നിങ്സിൽ. അവരുടെ ഗെയിം പ്ലാൻ അതായിരുന്നു, ഫസ്റ്റ് ബാറ്റ് ചെയ്യുക, ഒരു 280, ഒരു 270 ഒക്കെ സ്കോർ ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ ചെയ്താൽ നമുക്കൊരു ഏർലി വിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇന്ത്യ കുറച്ചൊന്ന് പ്രഷറിൽ ഇടാം എന്നുള്ള പ്ലാനിലാണ് ബംഗ്ലാദേശ് വന്നത്. സോ ആ ഒരു ഡിസിഷൻ ഓക്കെ, ഫൈൻ ആയിരുന്നു. ഇന്നലെ പാകിസ്ഥാൻ എടുത്ത പോലെ ഉണ്ടായിരുന്ന ഡിസിഷൻ അല്ല, ബംഗ്ലാദേശ് എടുത്ത നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. പക്ഷെ അവർക്ക് എലിയോൺ വിക്കറ്റ് പോയി. മുഹമ്മദ് ഷമി ഈസ് ബാക്ക്. നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ സെയിം ICC ട്രോഫി സോ ഷമി ഇപ്പൊ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ആയിരിക്കുകയാണ് ICC ഇവന്റ്സിൽ. ODI ഇവന്റ്സിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ജവഹർ ശ്രീനാഥിനെ സഹീർ ഖാനെ സർപ്രൈസ്. അതെ അതെ. ഇത് ടോസ് എടുക്കുന്ന സമയത്ത് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ആഗ്രഹിച്ച് ബാറ്റ് ചെയ്യാനും ഇന്ത്യൻ ക്യാപ്റ്റൻ പറയുന്നത് ഫീൽഡ് ചെയ്യാനാണ് ഒരു ടോസ് കിട്ടിയ ഉദ്ദേശിക്കുന്നത് വിചാരിച്ചേ. രണ്ടുപേരും വാട്ട് ദേ ആർ എക്സ്പെക്ടഡ്, അവർക്ക് അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനീഷ്യൽ ആ സ്പെല്ല് കഴിഞ്ഞപ്പോ തന്നെ ബംഗ്ലാദേശ് ഏറെക്കുറെ ഞാൻ വിചാരിച്ചു ഒരു 100-ന് താഴെ സ്കോർ ചെയ്യുള്ളൂ. അവര് ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ തീർച്ചയായും ഒരു ഹാട്രിക്കും ആയിട്ടുണ്ടാവും. ഫസ്റ്റ് ഏഷ്യൻ ടു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫസ്റ്റ് ഏഷ്യൻ പ്ലെയറും ആയിട്ടുണ്ടാവും. ഒരുപാട് റെക്കോർഡ് ഉണ്ടായിരുന്നു ആ ഒരു ഡ്രോപ്പ് ക്യാച്ചില്. യൂഷ്വലി പക്ഷെ ഭയങ്കര സേഫ് ആണ് സ്ലിപ്പിൽ രോഹിത് ശർമ്മ. എന്താ അറിയില്ല, രോഹിത് ശർമ്മ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു, അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ ക്രിക്കറ്റ് അല്ലേ, നമുക്ക് എന്തും സംഭവിക്കാം. സോ ജാക്കിർ അലിയുടെ ക്യാച്ചായിരുന്നു മിസ്സായത്. ജാക്കിർ അലി ക്യാച്ച് വരണം മിസ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും അവസരം നന്നായിട്ട് മുതലാക്കി. എനിക്ക് കളിയിലോട്ട് വന്നതിന് ഫസ്റ്റ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ബംഗ്ലാദേശ്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച പോലെ ഫാസ്റ്റ് ബോളിംഗിൽ റാണാനെ അവർ ഉൾപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി ഒരു എക്സ് ഫാക്ടർ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു മുസ്തഫിസർ ആയാലും ശരി, മുസ്തഫിസറിനൊക്കെ ഒരുപാട് നമ്മൾ കളിച്ചതാണ്. സോ ആ ഒരു നമുക്ക് IPL ആയാലും ബംഗ്ലാദേശ് ആയിട്ടുള്ള കളിയിലെല്ലാം ഒരുപാട് കളി നമ്മൾ കളിച്ചതാണ്. സോ തസ്കിൻ അഹമ്മദ് ആയിക്കോട്ടെ, രണ്ടുപേരും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ബൗളേഴ്സ് ആണ് ഇന്ത്യൻ ബാറ്റേഴ്സിന്. അവർക്ക് വലിയ ഡിസ്റ്റർബൻസ് ഇന്ത്യൻ ബാറ്റേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു യങ് ബൗളർക്ക് ഒരു പേസി ആയിട്ടുള്ള ഒരു യങ് ബൗളറെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സ്ട്രഗിൾ ചെയ്യുന്ന ഇന്ത്യൻ ബാറ്റേഴ്സ് സ്ട്രഗിൾ ചെയ്തു. ബട്ട് മുഹമ്മദുള്ളക്ക് പകരം ജാക്കിർ അലി എടുത്തത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. ജാക്കിർ അലിയെ നമ്മള് 11 എക്സ്പെക്ട് ചെയ്തില്ല. മുഹമ്മദുള്ള സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വിചാരിച്ചത്. ബട്ട് ആ ഒരു ബ്രേവ് ഡിസിഷൻ എടുത്തു, ജാക്കിർ അലിനെ കളിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞു ജാക്കിർ അലി ഒരു നല്ല പ്ലെയർ ആണ്, നല്ലൊരു പ്ലെയർ ആണ്. നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല, അല്ല ഇന്നത്തെ മത്സരത്തിലേക്ക് കാണാൻ പറ്റിയത്. അതെ.
35 35-5 എന്നുള്ള രീതിയിൽ അവർ 228 സ്കോർ ചെയ്തെങ്കിൽ അത് നല്ലൊരു കമ്പാക്ക് തന്നെയാണ്. ആദ്യമായിട്ടാണ് ബംഗ്ലാദേശ് അങ്ങനെ ഒരു കൊളാപ്സിൽ നിന്ന് ഒരു വലിയൊരു ടീമിനെതിരെ അങ്ങനെ ഒരു കൊളാപ്സിൽ നിന്ന് റിക്കവർ ആയി വരുന്നത് കാണുന്നത്. സോ അവരുടെ ഒരു മിഡിൽ ഓർഡറും ലോവർ മിഡിൽ ഓർഡറിന്റെ സ്ട്രെങ്ത് ആണ് അവര് കാണുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് 10 ഓവർ മുതൽ 40 ഓവർ വരെ ഇന്ത്യക്ക് വിക്കറ്റ് വീഴ്ത്താൻ പറ്റിയിട്ടില്ല. 3 സ്പെഷ്യലിസ്റ്റ് സ്പിന്നേഴ്സ് ഉണ്ടായിട്ടും നമുക്ക് ആ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി അവിടെയല്ലേ നമ്മൾ ഒരാളെ മിസ് ചെയ്യുന്നത്. ആരാണ്? അവിടെയാണ് നമ്മളെ ഇന്ത്യയുടെ രോഹിത് ശർമ്മയ്ക്ക് എപ്പോ വിക്കറ്റ് വേണമെങ്കിലും രോഹിത് ശർമ്മ വിളിക്കും. ബുംറ ഒരു ഓവർ. അതെ, ബുംറ എന്നുള്ള പ്ലെയറെ നമ്മൾ എങ്ങനെ മിസ് ചെയ്യണം എന്നുള്ളതിനുള്ള തെളിവായിരുന്നു അത് നമ്മൾ അന്നത്തെ കളി. അതെ അതെ അതെ. സോ അങ്ങനെ ഒരു 228 എന്നുള്ള റെപ്പ് നല്ലൊരു സ്കോറിലേക്ക് അവർ എത്തി. പക്ഷേ മത്സരം അവരെ ബാറ്റിംഗ് കഴിഞ്ഞപ്പോ തന്നെ പ്രഡിക്ട് ചെയ്തതാണ് ഇന്ത്യ ഈസിയായിട്ട് ചേസ് ചെയ്യുന്നു. അതെ അതെ. അതില് ഇന്ത്യയിൽ ഇപ്പം ശുഭ്മൻ ഗിൽ എല്ലാ പ്ലേയേഴ്സിനും അത്യാവശ്യം നല്ല സ്റ്റാർട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആർക്കും അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. രോഹിത് ശർമ്മ ആയാലും വിരാട് കോഹ്ലി ആയാലും ശ്രേയസ് അയ്യർ ആയാലും നല്ലൊരു സ്റ്റാർട്ട് അവർക്ക് കിട്ടി. പക്ഷെ അതൊരു വലിയ സ്കോറിലേക്ക് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഗില്ല് മാത്രമാണ് അത് കൺവേർട്ട് ചെയ്തത്. രോഹിത് ശർമ്മ ആസ് യൂഷ്വൽ നല്ലൊരു പോസിറ്റീവ് സ്റ്റാർട്ട് വന്നു, നല്ലൊരു ബ്ലിസ്റ്ററിംഗ് സ്റ്റാർട്ട് വന്നു. ശേഷം കോഹ്ലി ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു മെയിൻ കാര്യം ഉണ്ടായിരുന്നു, കോഹ്ലിക്ക് ലെഗ് സ്പിന്നേഴ്സ് ആയിട്ടുള്ള മാച്ചപ്പ്. സോ അത് വീണ്ടും അത് തന്നെ സംഭവിച്ചു. അത് നമ്മൾ പറഞ്ഞു ലെഗ് സ്പിന്നർക്കെതിരെ പ്രശ്നമുണ്ട് എന്നുള്ളത് പറഞ്ഞു. ബട്ട് കുറെ മാച്ചസിന് ശേഷം ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡിസ്മിസിൽ നമ്മൾ കണ്ടു കോഹ്ലിന്റെ അടുത്തുനിന്ന്. അതിന് എപ്പോഴും ഔട്ട്സൈഡ് എടുത്തിട്ടുള്ള വിക്കറ്റ് ആയിരുന്നു നമ്മൾ കണ്ടത്. അതെ, അപ്പൊ കട്ട് ചെയ്യാൻ ശ്രമിച്ചു ക്യാച്ച് പോയി ഗല്ലിയിലോട്ട്. പ്ലസ് ഇന്ത്യക്ക് ഇതിലുള്ള പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കെ എൽ രാഹുൽ വീണ്ടും ഫോമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. കെ എൽ രാഹുലിന്റെ ഒരു ക്യാച്ചും ജാക്കറിനിൽ നിന്ന് ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. അപ്പോ അതൊരു ക്രൂഷ്യൽ പോയിന്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു ഇഫ് ആൻഡ് ബട്ട്സ് ഇല്ല ക്രിക്കറ്റിൽ. ബട്ട് ആ ഒരു ക്യാച്ച് എടുക്കായിരുന്നുണ്ടെങ്കിൽ മേ ബി ഒരു ഹോപ്പ് കൂടി വന്നേനെ. ഒരു അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പൊസിഷൻ ആയിരുന്നു, ഔട്ട് ഉള്ള ഒരു പൊസിഷൻ ആയിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നില്ല ബംഗ്ലാദേശിന്റെ ഈ ഒരു ബൗളിംഗ് യൂണിറ്റ് വെച്ചിട്ട് അവർക്ക് ഒന്ന് പെനിട്രേറ്റ് ചെയ്യാനുള്ള ബൗളിംഗ് ഇല്ല. ഇന്ത്യൻ ബാറ്റേഴ്സ് ഒരു വിക്കറ്റ് നൽകിയാൽ ഉള്ളൂ അങ്ങനെയുള്ളൊരു പൊസിഷനിലായിരുന്നു. പിന്നെ ഇന്ത്യന്റെ ബാറ്റിംഗ് ഡെപ്തും ഭയങ്കരമാണ്. ഹാർദിക് പാണ്ഡ്യയും പിന്നെ ഇറങ്ങാൻ ബാക്കിയാണ്. ഹാർദിക് പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയും പെൻഡിങ് ആണ് ബാറ്റ് ചെയ്യാൻ. അതെ. പിന്നെ ഹർഷിത് റാണയാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഇന്നലെ പറഞ്ഞു ചാൻസസ് കൂടുതലും ഹർഷദീപിനാണ്, റീസെന്റ് ഫോം എല്ലാം വെച്ചിട്ട്. ബട്ട് ഹർഷിത് റാണയാണ് വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. റാണ കുറച്ചുകൂടി ബെറ്ററായി പെർഫോം ചെയ്തു. ബട്ട് എനിക്ക് തോന്നുന്നു ഹർഷദീപ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇപ്പൊ ഈ കളി ഓക്കെ ഫൈൻ, ഏർലി നമുക്ക് ഷമിയുടെ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു, ഏർലി വിക്കറ്റ്സ് നമുക്ക് കിട്ടി. അല്ലാത്ത വർഷം ഡെത്തിലോട്ട് വരുന്ന സമയം, ഡെത്തിൽ നിന്ന് ശരിക്കും ഇന്ത്യക്ക് ബോൾ എറിയേണ്ട ആ ഒരു ശരിക്കും ഒരു ഫയറിംഗ് ലൈനിൽ പെട്ടില്ല ഡെത്ത് ലൈൻ. കാരണം അപ്പോഴത്തേക്കും വിക്കറ്റുകളെല്ലാം പോയി. അപ്പോ അങ്ങനെ ഒരു പൊസിഷൻ വരുന്ന സമയത്ത് അർഷിത് റാണയെ കൊണ്ട് ആ ജോബ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ട്ഫുൾ ആണ്, അൺപ്രൂവൺ ആണ്. ഇനിയിപ്പോ അടുത്ത ശക്തരായ പാകിസ്ഥാനായിട്ടുള്ള മത്സരത്തിൽ നമുക്കത് അറിയാൻ പറ്റും. പിന്നെ ഹർഷിത് റാണന്റെ ICC ഇവന്റ്സിലേക്കുള്ള ഡിബേറ്റ് ആണ് ഇന്ന് നടന്നത്. അതെ, സോ ഒരു കഴിഞ്ഞ 2 മാസം ഒരു ഡ്രീം ട്രാവൽ ആണ് ഹർഷിത് റാണയ്ക്ക് നടക്കുന്നത്. ഒരു ടെസ്റ്റ് ഡെബ്യൂട്ട്, ഒരു അതിനുശേഷം ഒരു T20 ഡെബ്യൂട്ട്, ഒരു ODI ഡെബ്യൂട്ട്, ശേഷം ICC. സോ എടുത്തു പറയേണ്ട കാര്യം ഹർഷിത് റാണ 2-3 ടൂറിലെ കൂടെ ഉണ്ടായിരുന്നു ടീമിന്റെ ഒപ്പം. ബട്ട് ഒരു കളി പോലും ചാൻസ് കിട്ടേണ്ട സമയത്തൊന്നും കിട്ടിയില്ല. അപ്പോ ഈ ഓപ്ഷന്റെ മുന്നേ എല്ലാരും പറഞ്ഞു, ഓപ്ഷന്റെ മുന്നേ KKR കേവൽ ശരിയാണ് ഗംഭീർ എന്ന്. അതിനുശേഷം വൺസ് ഓപ്ഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം ഹർഷിത് റാണ. അതില് എടുത്തു പറയേണ്ട കാര്യം, ആൾക്ക് വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉണ്ട്, എത്ര എക്സ്പെൻസീവ് ആണെങ്കിലും. മത്സരത്തിൽ ആള് വിക്കറ്റ് വീഴ്ത്തുന്നുണ്ട്. ആ ഒരു അഗ്രസീവ് ലൈനിൽ ബോൾ എറിയുന്നുണ്ട്. അതെ, അത് നല്ലൊരു കാര്യമാണ്. സോ അവർ ബാക്ക് ചെയ്യുന്നതിനുള്ള നമുക്ക് ബാക്ക് ചെയ്യുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഡെലിവർ ചെയ്യുന്നുണ്ട്, ബാക്ക് ചെയ്യുന്നതിനെ കുറിച്ച്. പിന്നെ പറയേണ്ടത് നമ്മളെ ഷമി, ICC ഇവന്റ്സിലുള്ള ആളുടെ പെർഫോമൻസ്. നമുക്ക്
ഭയങ്കര ഒരു മുതൽക്കൂട്ടാണ്. ഇന്നും ഒരു 5-4 എടുത്തു. അടുത്ത കളിയും ഷമി ഫോം ആവട്ടെ. കോഹ്ലി വിമർശനങ്ങൾ വരുന്ന സമയത്തെല്ലാം ഷമി ബോൾ കൊണ്ട് മറുപടി നൽകുന്നുണ്ട്. ഇപ്പം ഈ മത്സരം തുടങ്ങുന്നതിന് മുന്നേ ആകാശ് ചോപ്ര എന്തോ കമന്റ് അടിച്ചിട്ടുണ്ടായി, 120-128 സ്പീഡിൽ ബോൾ എറിയാനാണെങ്കിൽ ഭുവനേശ്വർ കുമാർ ആയിരുന്നു ബെറ്റർ എന്നുള്ള രീതിയിൽ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായി. അതിനാള് ശക്തമായി തന്നെ ബോൾ കൊണ്ട് മറുപടി കൊടുത്ത്. ഷമിക്കൊരു ICC ഇവന്റ് ഈ ഒരു ടൂർണമെന്റിലൂടെ കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. സോ അതാണ് ഇന്നത്തെ മാച്ച് ഇവന്റ്സ്. നമുക്ക് ഇന്നും നമുക്ക് ഒരു നെയിൽ ബൈറ്റിംഗ് മാച്ച് ഒന്നും കിട്ടിയില്ല. ഒരു കൺവിൻസിങ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു കൺവിൻസിങ് വിക്ടറി ഇന്ത്യ. ബട്ട് ഓൾ ദ ബേസസ് കവേർഡ്. നമുക്ക് ആകെ ഉള്ള ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ മിഡിൽ ഓവേഴ്സിൽ നമുക്ക് വിക്കറ്റ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതൊരു കൺസേൺ ആണ്. വലിയൊരു ടീമിനോർക്ക് കൂടെ പോകുന്ന സമയത്ത് നല്ലൊരു സ്റ്റാർട്ട് കിട്ടി. അങ്ങനെ മിഡിൽ ഓവേഴ്സിൽ കളിക്കുക. ഇപ്പൊ കഴിഞ്ഞ കളി ന്യൂസിലാൻഡ് കളിച്ച പോലെയൊക്കെ 2 ബാറ്ററിൽ നിന്ന് കളിക്കുകയാണ് സമയത്ത്, പിന്നെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സ് വരാനുള്ള സമയത്ത് അങ്ങനെ വിക്കറ്റ് ലെസ് ആയി പോയി കഴിഞ്ഞാൽ അത് ലാസ്റ്റിൽ സ്ട്രഗിൾ ചെയ്യും. കാരണം ഷമി ന്യൂ ബോളിൽ ചെയ്യുന്ന അത്ര എഫക്റ്റീവ് അല്ല ഡെത്തില്. ഇന്നത്തെ കളിയിൽ ആരുമില്ല ഡെത്തില് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാൻ ആരുമില്ല. സോ അങ്ങനെ ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് ഇന്ത്യക്ക് ഒരു കൺസേൺ ആവും. നമുക്ക് ഹോപ്പ് ഇനി അടുത്ത മാച്ചസ് നമുക്ക് നോക്കാം. അടുത്ത മാച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാനാണ് സൺഡേ. മദർ ഓഫ് റൈവൽറി. കാണാവുന്ന ഒരു മത്സരം തന്നെയാണ്. അതെ, പാകിസ്ഥാന്റെ ഒരു നോക്കൌട്ട് മത്സരമാണോ? പാകിസ്ഥാൻ നോക്കൌട്ട് മത്സരമാണ്. പാകിസ്ഥാൻ ദുബായിലാണ് കളി. ആയിരിക്കും ഒരു ഹോസ്റ്റ് നേഷൻ കളി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേറെ രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ് ആണ്. എനിക്ക് അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇന്ന് നമ്മൾ കളി തുടങ്ങി കാണുന്ന സമയത്ത് ഫസ്റ്റ് ബംഗ്ലാദേശ് ഇന്നിങ്സ് കഴിയുന്നത് വരെയും സ്റ്റേഡിയം എം ടി ആയിരുന്നു. എം ടി സ്റ്റേഡിയത്തിൽ കളിച്ചുകൊണ്ടിരുന്നത്. അതൊരു ICC ഇവന്റ് നടക്കുന്നു. അതിന്റെ ഒരു ഓളമൊന്നും നമ്മൾ കണ്ടില്ല. ബട്ട് ഇതൊരു പാകിസ്ഥാനിലായിരുന്നു കളിയെങ്കിൽ, ഈവൻ ഇന്ത്യയുടെ കളിയായിരുന്നെങ്കിലും ഫുൾ പാക്ഡ് സ്റ്റേഡിയത്തിലായിരിക്കും ആ ഒരു ആംബിയൻസ് അറ്റ്മോസ്ഫിയർ. ഇതെല്ലാം മിസ് ചെയ്യുന്നുണ്ടോ? പൊളിറ്റിക്സ് അപ്പാർട്ട് ഇതെല്ലാം സ്പോർട്സും പൊളിറ്റിക്സും മാറ്റി വെക്കണം എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഒരിക്കലും കൂട്ടിക്കെടുത്ത്. കാരണം എൻഡ് ഓഫ് ദി ഡേ ഇവർക്ക് ഇത് ബിസിനസ് ആണ്, കൊമേഴ്ഷ്യൽ ആണ് ഇത് സംഭവം. കാരണം എല്ലാ ICC ഇവന്റ്സിലും പാകിസ്ഥാൻ ഇന്ത്യ ഒരേ ഗ്രൂപ്പിലാണ്. അതെങ്ങനെ വരുന്നു, ഇവർ എങ്ങനെയാണ് ആര് എങ്ങനെ ഡ്രോ എടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ എല്ലാ ഇവന്റ്സിലും പാകിസ്ഥാനും ഇവര് ഇന്ത്യയും ഒരു ഗ്രൂപ്പിലാണ്. സോ ഇവർ എന്നാ പിന്നെ അത് അത്രയും പൊളിറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഡിനേ ചെയ്യാം. ഞങ്ങൾ പാകിസ്ഥാൻ കളിക്കുന്നില്ല എന്നുള്ള ഡിനേ ചെയ്യാം. ഇൻ കേസ് നോക്കൌട്ടിൽ വരികയാണെങ്കിൽ ഞങ്ങൾ കളിക്കാം, അങ്ങനെ എന്തെങ്കിലും വെക്കാം. TV റൈറ്റ്സ് ആയിക്കോട്ടെ, ടിക്കറ്റ് സെയിൽ ആയിക്കോട്ടെ, എല്ലാം മാക്സിമം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനാണ്. സോ വേറെ സ്പോർട്സ് വേറെ, അത് കാണണമെന്നാണ് ഒരു അഭിപ്രായം ഉള്ളത്. സോ രംഷ, നമുക്ക് നെക്സ്റ്റ് നാളത്തെ കളിയിലോട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവാം. അതിന്റെ ജസ്റ്റ് ഒരു പ്രിവ്യൂലോട്ട് പോവാം. സോ നാളെ സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ മത്സരമാണ് നാളെ ഉള്ളത്. എനിക്ക് തോന്നുന്നു നാളത്തെ നല്ല മത്സരമായിരിക്കും. കാരണം മോസ്റ്റ് ഓഫ് ദ പിച്ചസും ടേൺ ചെയ്യുന്നുണ്ട് ബോൾ. അപ്പം എനിക്ക് തോന്നുന്നു അഫ്ഗാനിസ്ഥാനിൽ നല്ല ഗൺ സ്പിന്നേഴ്സ് ഉണ്ട്, 3-4 പേരെ കണ്ടുണ്ട്. അവരുടെ സ്ട്രെങ്ത് തന്നെ അവരുടെ സ്പിൻ ബോളേഴ്സ് ആണ്. ആസിഫ് ഖാൻ, നൂർ അഹമ്മദ് ആൻഡ് മുഹമ്മദ് നബി, രഹ്മദി ഖാൻ ആൾസോ ബോത്ത്. സോ ഒരു പുതിയ പ്ലെയർ കൂടി ഉണ്ട്, അള്ളാഹ് ഗസൻഫർ അല്ല, അള്ളാഹ് ഗസൻഫർ റൂൾഡ് ഔട്ട് ആണ്. മാച്ചിലില്ല, കളിക്കുന്നില്ല, സ്ക്വാഡിലില്ല, റൂൾഡ് ഔട്ട്, ഇഞ്ചുറി കാരണം റൂൾഡ് ഔട്ട് ആയി അള്ളാഹ് ഗസൻഫർ. സോ മുംബൈ ഇന്ത്യൻസ് പിക്ക് ചെയ്ത ഒരു മിസ്റ്ററി ബൗളറാണ് അള്ളാഹ് ഗസൻഫർ. അള്ളാഹ് ഗസൻഫർ ആയിരുന്നു കഴിഞ്ഞ സീരീസിൽ സൗത്ത് ആഫ്രിക്കയെ എതിരെ നന്നായിട്ട് ബൗൾ ചെയ്തതും ട്രബിൾ ചെയ്ത ബൗളർ അള്ളാഹ് ഗസൻഫർ ആണ്. സോ അത് ഒരു തിരിച്ചടിയാണ് അഫ്ഗാനിസ്ഥാന്. ബട്ട് സ്റ്റിൽ നൂർ അഹമ്മദ് ആൻഡ് റാഷിദ് ഖാൻ ഉണ്ട്. സൗത്ത് ആഫ്രിക്കയ്ക്കും ഒരു കൺസേൺ സ്പിന്ന് അവർക്ക് കളിക്കുന്നതിലുള്ള കൺസേൺ ആണ്. സോ ക്ലാസൻ നന്നായി കളിക്കുമെങ്കിലും ബാക്കിയുള്ള പ്ലേയേഴ്സ് സ്പിന്നിനെതിരെ വരുന്ന സമയത്ത് നേരെ വരുന്ന ബോളടക്കം ബൗൾഡ് ആവും. ഒരു പ്രശ്നം സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉണ്ട്. സോ നാളെ അഫ്ഗാനിസ്ഥാൻ സ്പിന്നേഴ്സ് വേഴ്സസ് സൗത്ത് ആഫ്രിക്കൻ ബാറ്റേഴ്സ് ബാറ്റിലായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക. സോ സൗത്ത് ആഫ്രിക്കയുടെ പ്ലേയിങ് 11 ജസ്റ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ടെമ്പ ബൗമ ഓപ്പൺ വിത്ത് റയാൻ റിക്കൽട്ടൺ ഓർ
മേ ബി വാൻഡേഴ്സൺ ആണ് ഓപ്പൺ ചെയ്യാന്നുണ്ടെങ്കിൽ റിക്കൽട്ടൺ ഉണ്ടാവില്ല. സോ നമ്പർ 3 മേ ബി എഡൻ മാർക്കർ ബരാമാൻഡർ, ക്ലാസൻ, ഡേവിഡ് മില്ലർ, മാർക്കോ യാൻസൻ, മുൾഡർ, കഗിസോ റബേഡ, ലുങ്കിൻ ഗിഡി, കേശവ് മഹാരാജ്. മേ ബി എനിക്ക് തോന്നുന്നു. ബട്ട് ഇവര് 2 സ്പിന്നേഴ്സ് വെച്ച് പോകുമെന്ന് അറിയില്ല. കാരണം മാർക്കറിന് ബോൾ ചെയ്യാം. സ്റ്റബ്സിന് ടീമിൽ റയാൻ റിക്കൽട്ടന് പകരം വാൻഡർസൺ ഓപ്പൺ ചെയ്ത് സ്റ്റബ്സ് ടീമിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റബ്സിനും മാർക്കറിനും കോൺട്രിബ്യൂട്ട് ചെയ്യാം. അവർക്ക് രണ്ടിനും കമ്പൈൻ ചെയ്ത് ഒരു 10 ഓവർ അറിയാം. കേശവ് മഹാരാജിന് 10 ഓവർ അറിയാം. ഇത് പണ്ട് മുതലേ ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പേസ് ബോളിംഗ് ആണ് സൗത്ത് ആഫ്രിക്കയുടെ. അത് ഏത് പിച്ചായാലും പേസ് ബോളർ വെച്ചിട്ടാണ് അവര് മാക്സിമം കളി നിയന്ത്രിക്കലുള്ളത്. പിന്നെ കഗീസോ റബേഡയുടെ ഇനീഷ്യൽ ഓവേഴ്സ് വളരെ ക്രൂഷ്യൽ ആയിരിക്കും. സോ അതില് എങ്ങനെ അവർ ഈ പറഞ്ഞ പോലെ അതും വലിയൊരു ബാറ്റിലായിരിക്കും. റബാഡയുടെ ഒരു സ്പെല്ലും ഓപ്പണിംഗ് സ്പെല്ലും ഗുർബാസ് ആൻഡ് സദ്രാൻ അവരുടെ മെയിൻ സംഭവം തന്നെ അവരുടെ ഓപ്പണിംഗ് ബാറ്റേഴ്സ് ആണ്. ടോപ്പ് 3 ബാറ്റേഴ്സ് ആണ്. സോ അവരുടെ കോൺട്രിബ്യൂഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യും. അതെ, ഇതില് പിന്നെ ഇപ്പം 2 കളി കഴിഞ്ഞാൽ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യം ആദ്യത്തെ 10 ഓവറിൽ എല്ലാ ബാറ്റേഴ്സും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, നല്ല സ്വിംഗ് കിട്ടുന്നുണ്ട്, നല്ല അൺഈവൻ ബൗൺസ് വരുന്നുണ്ട്. സോ നാളെ അതും നല്ലൊരു ബാറ്റിലായിരിക്കും. സോ അഫ്ഗാനിസ്ഥാന്റെ പ്ലേയിങ് 11 എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുർബാസ് ഓപ്പണിംഗ് വിത്ത് ഇബ്രാഹിം സദ്രാൻ, ഹസ്മത്തുള്ള നമ്പർ 3 ക്യാപ്റ്റൻ, റഹ്മത്ത് ഷാ, അസ്മത്തുള്ള ഉമർസായി, ഗുലാബുദ്ദീൻ നൈബ്, മുഹമ്മദ് നബി, റാഷിദ് ഖാൻ, നൂർ അഹമ്മദ്, ഫസലക് ഫറൂഖി, നബി ഫരീദ് ഖാൻ. ഇവര് ഓൾറൗണ്ടേഴ്സിന്റെ ഒരു കൂട്ടാണ് ശരിക്കും അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. 1-2 സ്പെഷ്യലിസ്റ്റ് ബാറ്റേഴ്സ് ഉള്ളൂ. അതെ, അത് കഴിഞ്ഞ് അസ്മത്തുള്ള ഉമർസായി മുതൽ മൊത്തം അങ്ങ് ഓൾറൗണ്ടേഴ്സ് ആണ്. ഗുലാബുദ്ദീൻ നൈബ് നല്ല ഫോമിലാണ് ഉള്ളത് വിത്ത് ബാറ്റ്. നമ്മള് നൈബിന് ഇതുവരെ കണ്ടിരിക്കുള്ളത് ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ ആയിട്ടാണ്. പക്ഷെ കഴിഞ്ഞ IL T20 ബാറ്റ് കൊണ്ട് അതെ അതെ. അപ്പം നാളത്തെ ഹുദന്റെ പിക്കാരാണ് 2 ടീമിലും? എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്കയാണ്. ഞാൻ അഫ്ഗാനിസ്ഥാനെ കൂടെ വെക്കുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് നമുക്ക് നാളെ നോക്കാം. ഞാൻ സൗത്ത് ആഫ്രിക്ക ജയിക്കുമെന്ന് വിചാരിക്കുന്നു. ബട്ട് അഫ്ഗാനിസ്ഥാൻ ജയിച്ചാൽ ഓക്കെ, ഹാപ്പിയാണ് എല്ലാരും പോലെ. അഫ്ഗാനിസ്ഥാൻ എല്ലാവരും ഒരു സെക്കൻഡ് ടീമാണ്. കഴിഞ്ഞ ICC ഇവന്റിൽ എല്ലാവരും ഞെട്ടിച്ചാണ്. അവസാന നിമിഷമാണ് അവർ പുറത്തായത് കാണാതെ. മുഹമ്മദ് റാഷിദ് ഖാനെ, നൂർ അഹമ്മദിനെ ടാക്കിൾ ചെയ്യാൻ പറ്റിയാൽ സൗത്ത് ആഫ്രിക്കക്ക് ജയിക്കാൻ പറ്റും. ഇല്ല, അവരുടെ മുന്നിൽ അവർ സ്ട്രഗിൾ ചെയ്താൽ അവര് വലിയ ഡിഫീറ്റിലോട്ട് പോകും. എനിക്ക് തോന്നുന്നു 2 പേരും ഫസ്റ്റ് ബാറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ടീമാണ്. 2 പേരും ചേസിംഗിൽ സ്ട്രഗിൾ ചെയ്യുന്ന ടീമാണ്. ടോസ് ഒരു നിർണായകമായിരിക്കും. ടോസ് കിട്ടുന്ന ടീം ഡെഫിനറ്റ്ലി ബാറ്റ് ഫസ്റ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത്. കാരണം ചേസിംഗ് 2 പേർക്കും പ്രോബ്ലം ഉള്ള ഒരു സൈഡാണ്. വിൻ പെർസെന്റേജും ചേസിംഗിൽ കുറവാണ്. സോ 2 ടീമും ടോസ് ജയിച്ച് ഒരു നല്ലൊരു സ്കോർ ചെയ്ത് 280 to 300 സ്കോർ പോസ്റ്റ് ചെയ്ത് അത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു മത്സരം നാളെ ഉണ്ടാവും. മാർക്കോ യാൻസൺ നല്ല ഓൾറൗണ്ടേഴ്സ് തമ്മിലുള്ള പോരാട്ടം കൂടെ ആയിരിക്കും. മാർക്കോ യാൻസൺ, ഗുലാബുദ്ദീൻ നൈബ്, ഹസ്മത്തുള്ള ഉമർസായി, മുൾഡർ നല്ലൊരു ബൗളറാണ്. അവരുടെ നല്ല ബൗളറാണ്, നല്ല ബാറ്റും ചെയ്യുന്നുണ്ട്. സോ നാളെ വാശിയും വീറും ഏരിയ ഉള്ള ഒരു മത്സരമാണ് പ്രതീക്ഷിക്കാം. അതെ, വീറും വാശിയുള്ള ഒരു മത്സരം പ്രതീക്ഷിക്കാം. അതെ, നാളെ മാൻ ഓഫ് ദ മാച്ച് ആരാവുന്നാണ് പ്രതീക്ഷിക്കുന്നത്? മാൻ ഓഫ് ദി മാച്ച് നാളത്തെ കളിയാണെങ്കിൽ ഞാൻ മാർക്കോ യാൻസന് പോകണം വിത്ത് ദ ഫോം. മാർക്കോ യാൻസന് പോകുന്നു. സോ നമുക്ക് 1-2 ആൾക്കാർ സജഷൻ പറഞ്ഞിരുന്നു. നമ്മള് എന്താ പറയാ, ഇന്ന് റംഷാദിന്റെ പ്രഡിക്ഷൻ കറക്റ്റ് ആയതുകൊണ്ട് ഫാന്റസി 11 ഒരു 5 ആള് റംഷാദ്, 5 ആള് ഞാനും പിക്ക് ചെയ്യാണ്. സോ ആരുടെ പിക്കാണ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുന്നത്? റംഷാദ് ഫസ്റ്റ് പറഞ്ഞു. റംഷാദിന്റെ ഫസ്റ്റ് 5 പ്ലേയേഴ്സ് 2 ടീമൊന്നും. റഹ്മാനുള്ള ഗുർബാസ് നല്ല പ്ലെയർ ആണ്, തിളങ്ങാൻ സാധ്യതയുണ്ട്. റാഷിദ് ഖാൻ ഒബ്വിയസ്, പിന്നെ ഒമർസായി ഒരു എക്സ് ഫാക്ടർ ആണ്. പിന്നെ കങ്കിസോ റബാഡ, ഹെൻറി ക്ലാസൻ. എന്റെ 5 പ്ലേയേഴ്സ് നല്ല പ്ലേയേഴ്സ്. 5 നീ ഫസ്റ്റ് എടുത്തു. ഞാൻ ഫസ്റ്റ് തന്നെ മാർക്കോ യാൻസനെ വെച്ച് തുടങ്ങുന്നു. മാർക്കോ യാൻസൻ ആൻഡ് മാർക്കർ മീൻസ് ഇൻ ഗുഡ് ഫോം. സോ മാർക്കറിനെ എടുത്തു. നൂർ അഹമ്മദിനെ ഞാൻ എടുത്തു. ഫസലക് ഫറൂഖി നല്ല ഫോമിലാണ്. ന്യൂ ബോളിൽ
നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ പ്ലെയർ ആണ്, ജെന്യുവൻ വിക്കറ്റ് ടേക്കർ ആണ്. സോ ഫസൽ ഫറൂഖി, ദെൻ റസീവ് ആൻഡേഴ്സൺ. റസീവ് ആൻഡേഴ്സൺ കളിക്കുകയാണെങ്കിൽ തീർച്ചയായും റസീവ് ആൻഡേഴ്സൺ എടുക്കുക, ഒരു കൺവെൻഷണൽ പ്ലെയർ ആണ്. സോ ഇതാണ് രണ്ടുപേരുടെയും പിക്ക്. ലാസ്റ്റ് ഉള്ള ഒരു പിക്ക് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു ചോയ്സ് ഓഡിയൻസിന് വിട്ടിരിക്കുന്നത്. ക്യാപ്റ്റന് ഇത് മാൻ ഓഫ് ദ മാച്ച് സാധ്യതയുള്ള പ്ലെയർ ക്ലാസിനായിരിക്കും, അല്ലെങ്കിൽ മക്രായിരിക്കും. കാരണം ക്ലാസൻ സ്പിന്ന് ബോളർ നന്നായിട്ട് കളിക്കുന്നതാണ്, നമ്മൾ കഴിഞ്ഞ IPL എല്ലാം കണ്ടതാണ്. അപ്പം ക്ലാസിനായിരിക്കും നാളത്തെ എക്സ്പെക്ടർ എന്ന് എനിക്ക് തോന്നുന്നത്. സോ നാളെ നമുക്ക് വീണ്ടും കാണാം. സോ ഈ മാച്ച് പോസ്റ്റ് മാച്ച് ആയിട്ട് റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ. ഗുഡ് നൈറ്റ്.